നടൻ മണിയൻ പിള്ള രാജുവിന്റെ വാഹനമിടിച്ച കേസിൽ കെമിക്കൽ റിപ്പോർട്ട് പുറത്ത്. അപകട സമയം മണിയൻ പിള്ള രാജു മദ്യപിച്ചിരുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഇതോടെ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം പോലീസ് ഒഴിവാക്കി. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന കുറ്റം പോലീസ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റ് നിയമ നടപടികൾ ഏതൊക്കെ രീതിയിലായിരിക്കും പുരോഗമിക്കുക? അനുശ്രീ, ഈ ഒരു വിഷയത്തിൽ ഫെബ്രുവരിയിലാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ആ സമയത്ത് വലിയ വിവാദമായിരുന്നു. കാരണം നടനാണ്, മാത്രമല്ല ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും ഇറങ്ങി നേരെ ബൈക്കിലേക്ക് വാഹനം ഇടിക്കുകയായിരുന്നു. തൊട്ട് അവിടെ നിന്ന് തന്നെ, അതായത് ഈ യുവാക്കളുടെ ആരോഗ്യസ്ഥിതിയോ മറ്റ് പരിക്കുകളോ പരിശോധിക്കാതെ അവിടെ നിന്നും വാഹനമെടുത്ത് മുന്നോട്ട് പോകുന്നത് വലിയ വിവാദമായിരുന്നു. അതിൽ പിന്നീട് പോലീസിൻ്റെ കാലതാമസം, അതായത് പോലീസ് ഈ രക്തപരിശോധന അടക്കം നടത്തിയതിൽ വലിയ കാലതാമസം ഉണ്ടായി. മാത്രമല്ല അടുത്ത ദിവസം മണിയൻ പിള്ള രാജുവിൻ്റെ സൗകര്യപ്രകാരമായിരുന്നു ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയതടക്കമുള്ള വലിയ വിവാദം ആ സമയത്ത് നടന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു രക്തപരിശോധനയ്ക്ക് വേണ്ടി കെമിക്കൽ ലാബിലേക്ക് അയക്കുകയും ഇപ്പോൾ ഫലം വരികയും ചെയ്തത്. മണിയൻ പിള്ള രാജു ആ സമയത്ത് മദ്യപിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ രാസപരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ പോലീസ് മദ്യപിച്ച് വാഹനം ഓടിച്ച ആ ഒരു കുറ്റം ഒഴിവാക്കിയിട്ടുണ്ട്. ഹിറ്റ് ആൻഡ് റൺ മാത്രമാണ് ഇപ്പോൾ ചാർത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. എന്ത് തന്നെയായാലും ഈ ഒരു കാലതാമസം സംബന്ധിച്ച് കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങളെ കുറിച്ച് വലിയ വ്യക്തതയില്ല. കാരണം ആ സമയത്ത് തന്നെ, അതായത് വീട്ടിലേക്ക് പോലീസ് എത്തിയിരുന്നു എന്നടക്കമുള്ള വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ അടുത്ത ദിവസം മണിയൻ പിള്ള രാജുവിൻ്റെ സൗകര്യപ്രകാരമായിരുന്നു ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയത് നടക്കമുള്ള വലിയ ആരോപണങ്ങൾ ആ സമയത്ത് ഉയരുകയും ചെയ്തിരുന്നു. കാരണം അർദ്ധരാത്രിയാണ് അപകടം നടന്നത്. ആ സമയത്ത് റോഡിൽ വലിയ രീതിയിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ യുവാക്കൾ, അതായത് രണ്ടുപേർക്ക് പരിക്ക് പറ്റി കിടക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം നിർത്താതെ പോയതടക്കമുള്ള രീതിയിൽ വലിയ പരാതികളും ആരോപണങ്ങളും ഉയർന്ന സമയത്താണ് പോലീസിനെതിരെയും ഈ ഒരു പരാതികളും ഉയർന്നിരുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു കേസിൽ ഇനി മറ്റ് നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും. അനുശ്രീ, ശരി. സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ചേർത്തലയ്ക്ക് പിന്നാലെ മലപ്പുറം അങ്ങാടിപ്പുറം തിരൂർക്കാടും വിഷു മന്തി പരസ്യ വിവാദം. അങ്ങാടിപ്പുറം ഓരാടം പാലത്ത് പ്രവർത്തിക്കുന്ന യമാമ ഷവായ ഹോട്ടലാണ് മയിൽപീലി ചൂടിയ കണ്ണൻ മന്തി പ്ലേറ്റിന് മുന്നിലിരിക്കുന്ന ചിത്രം പങ്കുവച്ചത്. സംഭവത്തിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹോട്ടൽ ഉടമകളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷുവിനോടനുബന്ധിച്ചാണ് യമാമ ഷവായ ഹോട്ടൽ ഈ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. വിവാദമാകുമെന്ന് കണ്ട് ഉടൻ അത് പിൻവലിച്ചെങ്കിലും അതിനോടകം തന്നെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ചേർത്തലയ്ക്ക് സമാനമായ തരത്തിലാണ് ഈ നടപടിയെന്നും ആസൂത്രിത ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലെന്നും VHP ആരോപിക്കുന്നു. VHP നേതൃത്വം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മലപ്പുറം SP-ക്ക് പരാതി നൽകി. ഇത് തീർച്ചയായും ഹിന്ദു വിശ്വാസത്തിന്റെ നേരെ ഉള്ള ഒരു അവഹേളനമാണ്, ഒരു വെല്ലുവിളിയാണ്. വിശ്വാസത്തിന്, ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരസ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത്തരം പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഹോട്ടലുകൾ ഇവിടെ നടക്കാൻ പാടില്ല. ഇതൊരു ഹിഡൻ അജണ്ടയായിട്ടാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഓൾ കേരള ഹോട്ടൽ അസോസിയേഷനാണ് ഇതിനുള്ളൊരു നടപടി എടുക്കേണ്ടത്. അവരിതിന് തീർച്ചയായിട്ടുള്ളൊരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ വിവിധ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും ഹിന്ദു സംഘടനകൾക്ക്. ഇതിനകം തന്നെ വിഷയം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു. പിന്നാലെ യമാമ ഷവായ ഉടമയടക്കം 3 പേരെ മങ്കട പോലീസ് അറസ്റ്റ് ചെയ്തു. പൂക്കോട്ടൂർ സ്വദേശി മുസ്തഫ, ഷാഹുൽ ഹമീദ്, ഏറാന്തോട് സ്വദേശി മുഹമ്മദ് ഷാഹിൽ എന്നിവരെയാണ് മങ്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. മതസ്പർദ്ധ വളർത്തിയതിനെതിരെയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവരിൽ നിന്നും 2 മൊബൈൽ ഫോണും 1 ടാബ്ലറ്റും പോലീസ് പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹോട്ടലിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. യമാമി എന്നൊരു ജിഹാദി ഹോട്ടൽ, യമാമി എന്നൊരു ജിഹാദി ഹോട്ടൽ, വിശ്വാസംസയുടെ പേര് പറഞ്ഞ് പാവം ഹൈന്ദവ വിശ്വാസികളെ. ആലപ്പുഴ ചേർത്തലയിലും കഴിഞ്ഞ ദിവസം സമാന സ്വഭാവമുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വിവാദം കെട്ടടങ്ങാതെ പ്രചരിക്കുന്നതിനിടെയാണ് മലപ്പുറത്തും സമാന സംഭവം നടന്നിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.